ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ സൗകര്യമില്ലെന്നും പറഞ്ഞ് ജാഡ എടുത്താണെന്ന് ഇഷാൻ കിഷനോട് ഇനി നീ ഇന്റർനാഷണൽ ക്രിക്കറ്റിലോട്ട് മടങ്ങി വരണമെങ്കിൽ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ പ്രൂവ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ എന്ന് BCCI ഉത്തരവിട്ടതിനെ തുടർന്ന് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ നിർബന്ധിതനായ ഇഷാൻ കിഷൻ വളരെ മികച്ച പ്രകടനം തന്നെ ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ബുച്ചിബാബു ടൂർണമെന്റ് ട്രോഫിയിൽ അദ്ദേഹം മധ്യപ്രദേശിനെതിരെ ജാർഖണ്ഡിന് വേണ്ടി സെഞ്ചുറിയും കാര്യങ്ങളൊക്കെ അടിച്ച് തൻ്റെ തിരിച്ചുവരവ് ഗംഭീരമാക്കി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതല്ല പറയാൻ വന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രിക്കറ്റിന് വളരെ വലിയൊരു അംഗീകാരം ലഭിക്കാൻ പോവുകയാണ്. വൈഡ് സ്പ്രെഡ് ആയിട്ട് ക്രിക്കറ്റ് പോപ്പുലർ ആവാൻ പോവുകയാണ്. ഓൾറെഡി പോപ്പുലർ ഇവന്റ് തന്നെയാണ് ക്രിക്കറ്റ്. എന്നിരുന്നാൽ പോലും ചില അസോസിയേറ്റ് രാജ്യങ്ങളിലും മറ്റ് ചില രാജ്യങ്ങളിലൊക്കെ ആയിട്ട് ഒതുങ്ങിപ്പോകുന്ന അവസ്ഥ ക്രിക്കറ്റിനുണ്ടായിരുന്നു. പക്ഷേ ഒരു വൈഡ് സ്പ്രെഡ് റെക്കഗ്നീഷൻ കിട്ടാൻ പോവുകയാണ്. ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് വരാൻ പോവുകയാണ്. 2028 നടക്കാൻ പോകുന്ന ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഒരു ഇവന്റ് ആയിരിക്കും. അതുകൂടാതെ 2030 നടക്കാൻ പോകുന്ന യൂത്ത് ഒളിമ്പിക്സിലും ക്രിക്കറ്റ് ഒരു ഇവന്റായി പരിഗണിക്കപ്പെടുന്നു എന്നാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. അപ്പം ഒളിമ്പിക്സിലാകുമ്പം കൂടുതൽ രാജ്യങ്ങൾ പങ്കെടുക്കും. അതിന് കിട്ടുന്ന അറ്റൻഷൻ വളരെ വലുതായിട്ട് കിട്ടും. ക്രിക്കറ്റിന് വേൾഡ് വൈഡ് പോപ്പുലാരിറ്റി കിട്ടാൻ ഇതൊരു ഘടകമായി മാറും. പക്ഷേ 2028 ഒളിമ്പിക്സിൽ നടപ്പിലാക്കുന്നുവെങ്കിൽ പോലും അത് മറ്റുള്ള ഒളിമ്പിക്സിലും നീണ്ടു നിൽക്കുമോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം ക്രിക്കറ്റ് എന്ന് പറയുന്ന ഗെയിമിന്റെ ദൈർഘ്യം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. T20 ഒരുവിധം ഓക്കെയാണ്, പക്ഷേ വൺ ഡേ ഒന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം ഒളിമ്പിക്സ് പോലെ ഒരു ഷോർട്ട് ടേമിലേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെന്റിൽ അല്ലെങ്കിൽ ഒരു ഒളിമ്പിക് ഇവന്റിൽ, സ്പോർട്ടിംഗ് ഇവന്റിൽ ക്രിക്കറ്റിനെ പോലെ അധികം ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു ഗെയിം പറ്റില്ല. ഏതായാലും 2028 ഒളിമ്പിക്സിൽ ക്രിക്കറ്റ് ഇവന്റ് ആണ്. 2030 യൂത്ത് ഒളിമ്പിക്സിലും ക്രിക്കറ്റിനെ ഒരു ഇവന്റായിട്ട് ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്.